KCDC ചെയർമാനായിരിക്കുന്ന ആളെ വീട് വെച്ച് തന്നാൾ ഫിറോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ സാറെന്നല്ലാതെ അഭിസംബോധന ചെയ്തില്ല അന്ന് മുതൽ കഴിഞ്ഞ ദിവസം വരെ. ഇപ്പോഴും അങ്ങനെ എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട്. അതുപോലെ ഈ നാട്ടുകാരെല്ലാം പൈസ മുടക്കി കെട്ടണം പിള്ളേർക്ക് വെച്ച് കൊടുത്തതിന് നമുക്ക് വളരെ അവരോട് ബഹുമാനവും സന്തോഷവും, കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമുണ്ട്, അവരോട് കടപ്പാടുമുണ്ട്. ഞങ്ങളെ എത്ര സോഷ്യൽ മീഡിയ വഴി തെറി വിളിച്ചാലും പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു സങ്കടമില്ല. കാരണം ഞങ്ങൾ അവർക്കൊക്കെ വേണ്ടി ഇതിന് പിന്നിൽ പൈസ മുടക്കി ആർക്കും ഒരു പൈസ. ഓന്ത് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഓന്തും തോറ്റുപോകും. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരു തരം ഓന്തുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്ന ഓന്തല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരു ഓന്തുണ്ട്. അത് ഏത് കളറിൽ ചെന്നിരുന്നാലും അതേ കളറ് നല്ല അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന കളറ് മാറുന്ന ഒരു തരം ഓന്തുണ്ട്. അതാണ് ഈ ഓന്ത് തങ്കപ്പൻ. കഴിഞ്ഞ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂ നമ്മളെല്ലാവരും കണ്ടു കാണും. മെയിൻ സ്ട്രീം വൺ എന്ന് പറഞ്ഞൊരു സോഷ്യൽ മീഡിയ ഓൺലൈൻ ചാനലിന് കൊടുത്തൊരു ഇന്റർവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണുക. അപ്പം ആ മീഡിയയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂ തന്തയും മോളും രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ്. അത് മോള് സംസാരിക്കുന്നില്ല, മോളെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല, തന്തയാണ് അതിനകത്ത് സ്കോർ ചെയ്യുന്നത്. അപ്പം ആ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ തന്തയുടെയും മോളെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കണ്ടു കാണും. അതേ കാരണം എത്രമാത്രം ബൾഗറായിട്ട് കാണും, എത്രമാത്രം വൃത്തികെട്ട രീതിയിലാണ്, ഇല്ല പട്ടി പല്ലിളിച്ച് വെച്ചേക്കുന്നുള്ള രീതിയിലൊക്കെയാണ് അതിനകത്ത് ഈ തങ്കപ്പൻ സംസാരിക്കുന്നത്. എല്ലാവരും കണ്ടു കാണും. അതിൽ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോയി കണ്ടിട്ട് മറുനാടൻ മലയാളിയിൽ വന്ന ഈ ഒരു ഇന്റർവ്യൂയും ഈ ഒരു വീഡിയോയും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഫിറോസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയും അയാളും ഫേസ്ബുക്ക് കൂട്ടായ്മ എല്ലാം കൂടെ ചേർന്നിട്ട് വെച്ചു കൊടുത്ത വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങൾ, വീട് മഴ പെയ്തു കഴിഞ്ഞാൽ ചോരുന്നു, ശീതമടിച്ചു വെള്ളം അകത്ത് വീഴുന്നു, അതല്ല ഭിത്തിയെല്ലാം ഇടിഞ്ഞു പോകണം, അങ്ങനെയാണെന്നെല്ലാം ഇവര് ഓൺലൈൻ മീഡിയയ്ക്ക് വന്ന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നതെല്ലാം നമ്മൾ കേട്ടയാണ്. ആ ഇന്റർവ്യൂവിൽ അത്രയും ആറ്റിറ്റ്യൂഡും അത്രയും, കാരണം എൻ്റെ മോള് ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ എൻ്റെ മോൾ ഇനി എന്തോ വലിയ മേലെ കയറി പോവാണ്, അതുകൊണ്ട് ഒരുത്തനെ ഇനി പേടിക്കണ്ട, ഒരുത്തനെ ഇനി ബഹുമാനിക്കണ്ട, സമൂഹവും പബ്ലിക്കും എല്ലാം എനിക്ക് പുല്ലാണെന്നുള്ള രീതിയിലാണ് ഈ കിളവൻ ഓന്ത് തങ്കപ്പൻ ആ മീഡിയയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ നമുക്ക് കാണുന്ന ആറ്റിറ്റ്യൂഡിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണാതെ നിങ്ങൾ കമന്റ് ഇടല്, നിങ്ങൾ അഭിപ്രായം പറയരുത്. കാരണം ആദ്യം അത് പോയി കാണുക, എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഒരാളെ വീട് കൊടുത്ത ആളെയും അതുപോലെ അത് വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ആളെയും അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ആ വീടിന്റെ പരിസ്ഥിതി, ഇപ്പം മറുനാടൻ മലയാളി ഷൂട്ട് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ കിളവൻ തങ്കപ്പൻ നിൽക്കുന്ന ഈ മരവാഴ നിൽക്കുന്ന പുറവിലെല്ലാം കണ്ടല്ലോ, പുല്ലും കാടും അതും ഇതും കയറി എല്ലാം കിടക്കുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വൃത്തിയാക്കാൻ പോയി. ഇവർ അവിടെ തന്നെയാണല്ലോ താമസം, ഇയാൾ വേറെ പണിക്കൊന്നും പോകുന്നില്ല, ഇയാൾ ആ വീട്ടിൽ തന്നെയാണ് താമസം. ഇവർ ആ ദാനം കിട്ടിയ വീട് പൊന്നുപോലെ നോക്കാതെ, അല്ലെങ്കിൽ അവിടെ പരിസരം വൃത്തിയാക്കുവോ, അല്ലെങ്കിൽ അവിടെ എല്ലാം ക്ലീൻ ചെയ്യുവോ, ബാത്റൂം ക്ലീൻ ചെയ്യാൻ വീട് വൃത്തിയായി സൂക്ഷിക്കുന്നതിന് പകരം വീട് വൃത്തികേടാക്കി ലാസ്റ്റ് നശിച്ചു പോയിട്ട് അത് വീട് വെച്ച് കൊടുത്ത ആളെ പഴിചാരിയിട്ട് പഴിചാരിയിട്ട് എന്താണ് കിട്ടുന്നത്? എന്തർത്ഥമാണ് അതിനകത്തുള്ളത്? അയാൾ, എനിക്ക് തോന്നുന്നു ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു മനുഷ്യൻ, വീട് വെച്ച് കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഈ ദിവസം വരെ ഇന്ന് വരെ അയാൾക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല. അയാൾ പോയ പുറക്കെ ഇവർ ഫോൺ എടുത്ത് വിളിച്ചിട്ട് കക്കൂസി വെള്ളമില്ല, ടോയ്ലറ്റിനകത്ത് പേപ്പറില്ല, അല്ലെങ്കിൽ ചവിട്ടുമെത്തയില്ല, മറ്റേതില്ല മറിച്ചതില്ല എന്ന് പറഞ്ഞിട്ട് ഫുള്ള് കടന്ന് പുള്ളിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. മാനസികമായിട്ട് എനിക്കൊന്ന് പുള്ളി തകർന്നു കാണും. അപ്പം നിങ്ങൾ ആ പറമ്പിന്റെ ഏരിയ എല്ലാം കണ്ടല്ലോ, കാട് പിടിച്ചു കിടക്കും. എന്നാൽ ഈ കിളവൻ ഒരു മമ്മട്ടി എടുത്ത് അത് ചെത്തി വൃത്തിയാക്കുവോ, അല്ലെങ്കിൽ ആരെങ്കിലും പണിക്കാരൻ, മോളിപ്പം നല്ലോണം ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഒരു പണിക്കാരൻ നിർത്തി വൃത്തിയാക്കുവോ? അതൊക്കെയാണ് ചെയ്യേണ്ടത്. അതിന് പകരം എന്താണ്, പബ്ലിക്കിൽ വന്നിട്ട് വീടിന്റെ പരിയമ്പുറത്ത് അതില്ല, വീട്ടിന്റെ മുമ്പിലും മറ്റേതില്ല മറിച്ചില്ലെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമല്ല വേണ്ടത്. അതല്ല അന്തസ്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്, അതിന്റെ പുറവിലെല്ലാം കാട്, ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ കാട് പിടിച്ച് കിടക്കുന്ന, അവിടെ നിന്ന് കാണുന്ന ആളൊരു പാമ്പ് കയറി ഇവരെ മുറ്റത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതും ഇവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഭയങ്കര ചർച്ചാ വിഷയമാക്കും. ഫിറോസ് വെച്ച് തന്ന വീട്ടിലെല്ലാം പാമ്പെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഫാദർ കൊടുത്ത വസ്തുവിന്റെ പരിസര പ്രദേശത്തും അവിടെ എവിടെയെല്ലാം പാമ്പുകളാണ്, വീട്ടിലെല്ലാ പാമ്പും കയറി വരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഫാദറിനെ അപമാനിക്കും. അവരോരോ വീടും പറമ്പും വൃത്തിയാക്കിയിടേണ്ടത്, ക്ലീൻ ചെയ്യേണ്ടത് അവരോരോ കടമയാണ്. അല്ലാതെ വീട് വെച്ചതെന്ന് പറഞ്ഞിട്ട് അവർ മാസം വന്നിട്ട് വൃത്തിയാക്കാനും, അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് തരാനും, വാഷ് ബേസും ക്ലീൻ ചെയ്ത് തരാനും, അതൊന്നും അവരെ ഉത്തരവാദിത്തപ്പെട്ടതല്ല.
നിങ്ങളെ സഹായിച്ചു. സുധി എന്നൊരു കലാകാരനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് പുള്ളിക്കാരൻ ഇതിനിറങ്ങിയത്. ഇനി പുള്ളിക്കാരൻ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങും തോന്നില്ല. കാരണം വേറെ ഏതോ കലാകാരന് വീട് വെച്ച് കൊടുക്കാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതും ക്യാൻസൽ ചെയ്തെന്നാണ് കേൾക്കുന്നത്. അവനാരെ നമ്മൾ ഏൽപ്പിക്കുന്നത്? അവനെ ഏൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇവൻ 5.5 കഴിഞ്ഞ 6 1 ക്ലാസ് ചേർത്തു. ഈ വീട്ടിൽ ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് കൊണ്ട് കുഞ്ഞൊറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മാറിപ്പോകുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അവൾ വന്നാൽ ഇവിടെ പാവ വീട്ടിൽ ഇവനെ നോക്കിക്കൊണ്ടിരുന്ന വല്ല വരുമാനമുണ്ടോ? അപ്പോൾ അവൾ ജോലിക്ക് പോകുമ്പോൾ അവനെ ഏറ്റവും ഇത് വലിയമ്മക്കാട്ടും ഏറ്റവും ഇഷ്ടം അവൻ എന്നോട്. അപ്പം ഞാൻ അവനെ സ്കൂളിൽ കൊണ്ടുവന്ന് എന്താ വിനയം നോക്കണേ. ഓന്ത് തങ്കപ്പൻ്റെ കഴിഞ്ഞ ഇന്റർവ്യൂസിനൊക്കെ കൊടുത്ത ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കണ്ടാന്നല്ലോ. എന്തൊരു വിനയം നോക്കണേ, എന്ത് മര്യാദയായിട്ടാണ് ഇപ്പം സംസാരിക്കുന്നത്. അതുപോലെ ഫിറോസിനെ അദ്ദേഹം എന്നൊക്കെ വിളിച്ചിട്ടാണ് ഈ ഒരു മറുനാടൻ മീഡിയയ്ക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഈ ഒരു വീഡിയോയിൽ പ്രശംസിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ സാറെന്നല്ലാതെ ഞാൻ ഒന്നും വിളിച്ചിട്ടില്ല, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്, അങ്ങനാണ്, ദൈവമാണ്, മറിച്ചാന്ന് പറഞ്ഞ് ഓൺലൈൻ മീഡിയയിലെ മുമ്പിൽ വന്നിട്ട് അയാളെ ഇത്രയും ആക്ഷേപിച്ച് അപമാനിച്ചിട്ട് അയാളെ അയാൾക്കൊരു ബിസിനസ്സിൻ്റെ ഇതുവരെ നശിപ്പിക്കാൻ ശ്രമം നടത്തിയിട്ട് സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ട് പല ആൾക്കാരും ചിലപ്പോൾ അയാൾ കൊടുത്തേക്കുന്ന കോൺട്രാക്റ്റൊക്കെ വേണമെങ്കിൽ പിൻവലിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനും കാണും, കുറേ ആൾക്കാർ ഇവരെ ഭാഗം കേൾക്കാനും കാണും. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇവർ ഈ പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ ഇവർ ഈ കാണിച്ചു കൂട്ടിയത് ശരിയാണോ തെറ്റാണോ എന്ന് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പം അയാളെ പരസ്യമായിട്ട് വന്ന് അപമാനിക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പം വന്ന് കടന്ന് മെഴുകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഓന്തിനെക്കാളും കഷ്ടമാണ് ഇയാളെന്ന്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇയാൾ ഒന്നുകിൽ ആ ഫാദർ കേസ് കൊടുക്കും, അതുപോലെ കൊടുത്ത വസ്തു തിരിച്ചെഴുതിപ്പിച്ചിട്ട് ഇതിന് അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കുമെന്ന് ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ടാണ് ഇയാൾ ഇവിടെ കിടന്ന് മെഴുകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാ മീഡിയസിൻ്റെ മുമ്പിലും വന്നിട്ട് പറയുന്നുണ്ട് 5.5 വയസ്സുള്ള ഋതപ്പനെ ആര് നോക്കും, ആ കൊച്ചു കുഞ്ഞിനെ ആര് നോക്കും എന്നെല്ലാം പറയുന്നുണ്ട്. കേട്ടോ, കൊച്ചു കുഞ്ഞിനെ രേണു ജോലിക്ക് പോകുന്നു, താൻ പറയുന്നുണ്ട് ഓക്കെ രേണു പോകുന്നുണ്ട്, ആ കുടുംബം ചെലവിന് കഴിഞ്ഞു പോകുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രേണു ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ രേണുവിൻ്റെ തന്തയും തള്ളയാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് വയ്യെങ്കിൽ സുധിയുടെ അമ്മ അവിടെ ഉണ്ട്, സുധിയുടെ അമ്മയും അതുപോലെ അച്ഛനെയും കൊണ്ടുവന്ന് ആ വീട്ടിൽ താമസിപ്പിക്കണം. അതാണ് വേണ്ടത്. സുധിയുടെ വേണ്ടപ്പെട്ട ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അവരെ അമ്മയും വേണ്ടപ്പെട്ട ആൾക്കാരെയും കൊണ്ടുവന്ന് ആ വീട്ടിൽ താമസിപ്പിക്കണം. അവർ നോക്കിക്കോളും പൊന്നുപോലെ. ആ സുധിയുടെ മോനെ നിങ്ങൾക്ക് നോക്കാൻ വയ്യെങ്കിൽ അവർ പൊന്നുപോലെ നോക്കണം. നിങ്ങൾ എന്തിനാണ് മീഡിയാസിന്റെ മുമ്പിൽ വന്നിട്ട് 5.5 വയസ്സിലെ മോനെ ആര് നോക്കും, നിങ്ങൾ നോക്കുമോ, നാട്ടുകാർ നോക്കുമോ, സമൂഹം നോക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത്? ഈ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ 4 5 മക്കളുള്ള ആൾക്കാർ കൈക്കുഞ്ഞുമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. കയറി കിടക്കാൻ ഇടം പോലും ഇല്ലാതെ കുടിലിനകത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട്. ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞിനെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവരാരും കുഞ്ഞിനെ ഈ പറയുന്ന പോലെ പ്രതിഷ്ഠയ്ക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ലേലത്തിന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ടോ അല്ല അവർ പോകുന്നത്. അവരവരെ വീട്ടിലാണ് പോകുന്നത്, വീട്ടിലാണ് വെച്ചിട്ട് പോകുന്നത്, നിർത്തിയിട്ട് പോകുന്നത്. അപ്പം അതിന് വീട്ടിലുള്ള അവരെ അച്ഛനോ അമ്മയോ അവരൊക്കെ തന്നെയാണ് നോക്കുന്നത്. താൻ എന്തിനാണ് ഇങ്ങനെ നടന്നിട്ട് കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ നടന്നിട്ട് വെപ്രാളം പിടിക്കുന്നത്? അപ്പം നിങ്ങൾക്ക് ആ കുഞ്ഞിനോട് ഒട്ടും സ്നേഹമില്ലെന്നർത്ഥം. സുധിയുടെ മകൻ എന്നുള്ളൊരു ഇത് മാത്രമേ നിങ്ങൾ കൊടുക്കുന്നുള്ളൂ, അല്ലാതെ അതിനോട് യാതൊരു സ്നേഹം ഉണ്ടായിട്ടല്ല നിങ്ങൾ അവിടെ നിൽക്കുന്നതും നോക്കുന്നത് ഇത് ഈ ഒരു നിങ്ങളെ സംസാരത്തിലൂടെ തന്നെ മനസ്സിലാക്കാനേ ഉള്ളൂ. എടോ ഓന്ത് മരവാഴ തങ്കപ്പ, തനിക്ക് കുറച്ചെങ്കിലും നീ ഉളുപ്പും നാണോ മാനോ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ സ്വസ്ഥമായിട്ട് വീട്ടിലെ കാര്യങ്ങളും നോക്കി ആ വീടും വൃത്തിയാക്കി പരിസരവും വൃത്തിയാക്കി വീട്ടിലെ മെയിൻ്റെനൻസ് പണിയും ചെയ്ത് അത് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെയ്യുക. അതാണ് വേണ്ടുന്നത്. ആ വീടും വൃത്തിയാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാതെ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണ നടക്കാതെ കുറ്റം പറഞ്ഞ് പബ്ലിക്കിൽ വന്ന് കുറ്റം പറഞ്ഞ് നടക്കാതെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഇതുപോലെ ഇനി ചാനലിൻ്റെ മുമ്പിൽ വന്നിട്ട് ദാനം തന്ന ഒരാളെ പറ്റിയിട്ട് ഇതുപോലെ മോശമായിട്ട് സംസാരിച്ച് അപമാനിക്കാതിരിക്കുക കേട്ടോ. ഇതിനെ പറ്റിയിട്ട് ഈ വിഷയത്തെ പറ്റിയിട്ട് വീട് നൽകിയ ഫിറോസ് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് വീട്ടിനെ പറ്റിയിട്ട് വീട്ടിൻ്റെ അവസ്ഥയെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നതും കൂടെ ഒന്ന് കണ്ടു നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞു, കിച്ചുവേടാ നിനക്ക് വീടിനെ പറ്റി വല്ല പരാതിയോ കംപ്ലയിൻറ്റോ ഉണ്ടെങ്കിൽ ഇക്കാനെ വിളിക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയണം, ഞാൻ അവിടെ ആളെ വിട്ടിട്ട് എല്ലാം ശരിയാക്കി തരാം. അവിടുത്തെ ടാപ്പ് ഫിറ്റിങ്സിനും ഈ പറയുന്ന വാഷ് ബേസിനും ഒരുവിധം 99% സാധനങ്ങൾക്കും വാറണ്ടി ഉള്ളതാണ്. നമുക്ക് ബില്ലും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എന്ത് വേണമെങ്കിലും നമ്മൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടും. എന്ത് മെയിൻ്റെനൻസ് നീ വിളിച്ച് പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇക്ക ഞാൻ ഹൈദരാബാദ് പോയി വന്നിട്ട് വീടൊന്ന് വിസിറ്റ് ചെയ്തിട്ട് ഞാൻ ഇക്കാനെ വിളിക്കാമെന്ന് പറഞ്ഞു. കിച്ചു ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ആ വീട് കണ്ടിട്ടുള്ള ആളാണ്, അവിടെ പോയിട്ടുള്ള ആളാണ്.
അപ്പോൾ കിച്ചു എന്തെങ്കിലും പറഞ്ഞോ, എന്തെങ്കിലും അവിടെ മാറ്റം വരുത്തേണ്ടതുണ്ട്? മാറ്റം വരുന്നുണ്ട്. കിച്ചുവിൻ്റെ അടുത്ത് ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ വൃത്തിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. ടോയ്ലറ്റിൻ്റെ വൃത്തി, അതേപോലെ വാഷ് ബേസിൻ്റെ വൃത്തി, അതിനൊക്കെ കിച്ചു നെഗറ്റീവായിട്ടാണ് എനിക്ക് റിപ്ലൈ തന്നത്. കിച്ചു മീൻസ് സാറ്റിസ്ഫൈഡ് അല്ല. ഈ പറയുന്നത് ഞാനും സാറ്റിസ്ഫൈഡ് അല്ല. എന്താ വെച്ചാൽ അവിടെ ബാത്റൂമൊന്നും വൃത്തിയായിട്ടല്ല സൂക്ഷിക്കും. പുള്ളി നല്ല മനുഷ്യനാണോ കെട്ട മനുഷ്യനാണോ എന്ന് ഞാൻ പറയുന്നില്ല, ഫിറോസ് ഭായി. കാരണം അത് ജനങ്ങൾക്ക് ചിന്തിക്കാനേ ഉള്ളൂ. കാരണം പുള്ളി നല്ലതാണോ, പുള്ളി ഒരു മോശമായിട്ടുള്ളൊരു മനുഷ്യനാണെന്നോ, ജനം നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ 100% നമുക്ക് അത് അംഗീകരിക്കാം. പുള്ളി ചെയ്ത കാര്യം നല്ലതാണ്, പുള്ളി നല്ലൊരു മനസ്സിന് ഉടമയാണെന്ന് നമുക്ക് അംഗീകരിക്കാം. കാരണം ആരാടോ ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു ഇത്രയും ലക്ഷം രൂപയുടെ വീട് നല്ല മനോഹരമായിട്ട് പണിത് വൃത്തിയാക്കി കൊടുക്കുന്നത്, അത് ഫുൾ പണി ഫർണിച്ചർ ഉൾപ്പെടെയുള്ള പണികൾ ചെയ്ത് കൊടുക്കുന്നത് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചെയ്തു കൊടുക്കും? പോക്കറ്റിൽ നിന്ന് എടുത്തൊരു 100 രൂപ പൈസ ആരെങ്കിലും വന്ന് നമ്മളെ കയ്യിൽ മുമ്പിൽ കൈ നീട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പോലും കൊടുക്കാൻ മടിക്കുന്ന നമ്മൾ ഇങ്ങനെ ചെയ്യുമോ? അപ്പം പുള്ളി നല്ലൊരു മനസ്സിന് ഉടമയായതുകൊണ്ട് മാത്രമാണ് പുള്ളി അത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് അവർക്ക് വെച്ചു കൊടുത്തത്. പുള്ളി ഇപ്പം പറയുന്നുണ്ട് കിച്ചുവിനെ വിളിച്ചായിരുന്നു, കിച്ചുവായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പം കിച്ചു പറയുന്നത് കിച്ചു പോലും ആ വീട്ടിൽ പോയിട്ട് കിച്ചു പോലും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ആ വീട് വൃത്തിയല്ല, ക്ലീൻ അല്ല, ടോയ്ലറ്റ് ഒന്നും ക്ലീൻ അല്ല. അപ്പം നമ്മൾ ഈ നിരന്തരം ഇങ്ങനെ ക്ലീൻ ആക്കാതിരിക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ നശിച്ചു പോകും, തുരുമ്പെടുത്തോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ നശിച്ചു പോകും. അപ്പം അത് വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് അവരുടെ കടമയാണ്. ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കടമയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വെച്ച് കൊടുക്കുക. പുള്ളി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുമുണ്ട്, ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുമുണ്ട്. ആ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അത്രയും മനോഹരമായിട്ടുള്ളൊരു വീടാണ്. അത് വൃത്തിയായി നല്ലോണം മെയിൻ്റെനൻസ് ചെയ്ത് അല്ലെങ്കിൽ അത് സൂക്ഷിച്ച് മുമ്പോട്ട് അത് നല്ല വൃത്തിയായി കൊണ്ടുപോകാൻ സാധിക്കാത്തത് അവരുടെ കയ്യിൽ തെറ്റാണ്. വന്നിട്ട് അതെങ്ങനെയാണ് മരുമക്കളും മോളും മച്ചമ്പി എല്ലാവരെയും കൂടെ വിളിച്ചല്ലേ ആ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്? ഇവരെ കാരണം അവരവരെ മുതലല്ല, അവരവർക്ക് ഫ്രീ കിട്ടിയ ദാനം കിട്ടിയ മുതലാണെന്നേ അവരൊക്കെ ചിന്തിക്കുക. അപ്പം അവിടെ തറയിൽ ഒരു ഇല കടന്നാൽ പോലും ആരും ക്ലീൻ ചെയ്യാനും പോകത്തില്ല, എടുക്കാനും പോകത്തില്ല. അതാണ് ആ വീട്ടിൽ സംഭവിച്ചത്. എന്നാൽ ഈ കിളവൻ ഓന്ത് തങ്കപ്പൻ ഈ മരവാഴയെല്ലാം ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇയാൾക്ക് വേറെ ജോലിയും കൂലിയൊന്നുമില്ല. ആ വീടെങ്കിലും ഇയാൾക്കൊന്ന് മെയിൻ്റെനൻസ് ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ട് പോയിക്കൂടെ? ഒരു ബൾബ് മാറിയാൽ പോലും ഇയാൾ ഫിറോസിനെ വിളിക്കുമെന്നാണ് പറയുന്നത്. നാണമുണ്ടോടോ? വെറുതെ കിട്ടി ഇത്രയും ലക്ഷം രൂപയുടെ ഒരു വീട് തന്നിട്ട് ഒരു ബൾബ് മാറാനെ കൊണ്ട് തൻ്റെ കയ്യിൽ പൈസ എടുക്കാനില്ല. മോള് നല്ലപോലെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, രാവിലെ ഇറങ്ങുന്നു, അവിടെ എവിടെയും പോകുന്നു, റീൽസ് ചപ്പ് ചവറെന്ന് പറഞ്ഞിട്ട്. അപ്പം മോളുണ്ടാക്കുന്ന പൈസയിൽ താൻ ആ വീട്ടിൻ്റെ മെയിൻ്റെനൻസ് വർക്കെങ്കിലും താൻ ചെയ്യാൻ നോക്കണം, അതാണ് വേണ്ടുന്നത്. അപ്പം ഈ വിഷയത്തിൽ ഫിറോസ് ഇപ്പം പറഞ്ഞേക്കുന്ന വേറെ ഏതോ ഒരു കലാകാരനെ കണ്ടൊരു വീട് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിബു അങ്ങനെ കണ്ട പറഞ്ഞൊരു കലാകാരൻ ഇങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അപ്പം പുള്ളി പറയുന്നത് അപ്പോൾ ആ കലാകാരന് കൊടുക്കുന്ന വീട് പോലും ഞാനിപ്പം ക്യാൻസൽ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ വീട് ക്യാൻസൽ ചെയ്യില്ലേ. കാരണം ഇവരെ മുമ്പിൽ നിങ്ങൾ ആ വീട് വെച്ച് കാണിച്ചു കൊടുക്കണം. അവരെ അവിടെ താമസിച്ചിട്ട് അവരെ അടുത്തു നിന്നുള്ള അഭിപ്രായം കൂടെ ജനങ്ങൾ മനസ്സിലാക്കണം. ഇവരെ മുമ്പിൽ അത് കാണിച്ചു കൊടുക്കണം, അതാണ് വേണ്ടുന്നത്. ഈ വീട്ടിനെക്കാളും മനോഹരമായിട്ടുള്ള ക്വാളിറ്റിയുള്ള നല്ലൊരു വീട് വെച്ചു കൊടുത്ത് അവരവിടെ താമസിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ജനങ്ങളെ മുമ്പിൽ കാണിച്ചു കൊടുപ്പിക്കണം, അതാണ് വേണ്ടുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ അതിൽ നിന്ന് പിന്മാറരുത്. കാരണം ഇതുപോലെ സത്യം പറഞ്ഞാൽ സുധി എന്നൊരു വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടാണ് ജനങ്ങൾ ഈ രേണുവിനെ അല്ലെ സുധി എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം രേണു അത്രമാത്രം പറഞ്ഞാൽ മതി. കാരണം ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവർ ചെയ്തു വെച്ചേക്കുന്നതും ചെയ്തുകൊണ്ട് പോകുന്നതും. ഈ രേണു ആയിക്കോട്ടെ, കിച്ചു ആയിക്കോട്ടെ, ഇവരോടൊക്കെ ജനങ്ങൾക്ക് സ്നേഹം ഇഷ്ടം തോന്നി തുടങ്ങിയത് തന്നെ ഈ സുധി എന്ന് പറഞ്ഞ ഒരാള് കലാകാരൻ ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇവരെ അടുത്ത് ഇതാ കിട്ടുന്നത്. ഇപ്പോഴാണ് അവർ പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ മറ്റേ ഇവർ സ്ട്രക്ചർ ചെയ്ത ആൾക്കാർ വർക്കേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, ആ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ നനയ്ക്കാൻ പറഞ്ഞു, അതായത് രേണുവിൻ്റെ ഫാദറിൻ്റെ അടുത്ത് വന്നു, അപ്പോൾ ചേട്ടൻ സുഖമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോഴാണ് ഓരോരുത്തർ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ സഹകരിച്ച എല്ലാ ആൾക്കാരും തെറ്റായിപ്പോയി എന്നൊരു അതെ, ഇവർക്ക് വീട് വെച്ച് കൊടുത്തത് തെറ്റായി പോകുന്നു എല്ലാ ആൾക്കാരും പറഞ്ഞൊരു കാര്യമാണ്, എല്ലാ ആൾക്കാർക്കും തോന്നിയ കാര്യമാണ്. കാരണം എത്രയോ അർഹതപ്പെട്ട ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്കും തോന്നിയത്. കാരണം അവർക്ക് വീട് വെച്ച് കൊടുത്താണെങ്കിൽ ഈ ഒരു ഗതി വരത്തില്ലായിരുന്നു. കാരണം റോഡ് സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാരൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. കുടിലി കിടക്കുന്ന, മഴയത്ത് ചുവന്നൊലിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് വീട് വെച്ച് കൊടുത്തായിരുന്നെങ്കിൽ വേണം ഇത്രയും നിങ്ങൾക്ക് സമൂഹത്തിന് മുമ്പിൽ ഒറ്റപ്പെടേണ്ട ഒരു അല്ലെങ്കിൽ അപമാനപ്പെടേണ്ട ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. കാരണം നിങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് ജനങ്ങൾക്കറിയാം. നിങ്ങൾ അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. ഒരാളും നിങ്ങളെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ ബിസിനസ് തകരുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയോ ചെയ്യത്തില്ല. കാരണം നിങ്ങളൊരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്ന് ജനങ്ങൾക്ക്
അറിയാം, അത് നല്ലപോലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടും ഉള്ള കാര്യമാണ്. ആ ഒരു നന്ദിയില്ലാത്ത കുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു കാര്യവും നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട, കിട്ടത്തുമില്ല. നിങ്ങൾ ചെയ്ത നല്ല കാര്യത്തിന് നിങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് നല്ലത് തരും. കാരണം അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ദൈവം തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അവരെ ഇതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ 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 ചെയ്ത ഫിറോസെ നിങ്ങൾ ചെയ്ത നല്ല കാര്യത്തിന് നിങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് അതിൻ്റെയുള്ള പ്രതിഫലവും അതിനുള്ള സന്തോഷവും നിങ്ങൾക്ക് തരുന്നതാണ്. കാരണം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ കൊടുത്തൊരു വീടിന് പകരം നിങ്ങൾക്ക് എന്തോ വലിയ സംഭവം തരുമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ നന്ദി കാണിക്കുമെന്നോ ഒരിക്കലും നിങ്ങൾ കരുതണ്ട. അത് കിട്ടത്തുമില്ല. അതൊരു നന്ദിയില്ലാത്ത കുടുംബമാണെന്ന് വേണമെങ്കിൽ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്കുള്ള പ്രതിഫലം, അവർക്ക് കൊടുത്ത ദാനത്തിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ദൈവം അത് തരും. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം അതിൽ നിങ്ങൾ സന്തോഷിക്കുക. കാരണം സമൂഹത്തിന് മുമ്പിൽ ഇത്രയും അപമാനിച്ച അവരെ, സത്യം പറഞ്ഞാൽ ഇനി അവരെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പബ്ലിക്കിൽ വന്ന് ചർച്ച ചെയ്യാതിരിക്കുക. കാരണം അത് വേണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുമ്പോട്ട് പോവുക. നല്ലപോലെ ജോലി, നിങ്ങൾ ഇനി ഒരുപാട് പേർക്ക് വീട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതെ കാണിച്ചു കൊടുക്കണം. കാരണം നിങ്ങൾ കൊടുക്കുന്ന വീടിന് കംപ്ലൈൻറ്റ് ഇല്ല, അതിൽ ആൾക്കാർ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നു എന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. അത് അവർക്ക് കാണിച്ചു കൊടുക്കണം. ജനങ്ങൾക്ക് നിങ്ങൾ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. കാരണം നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അത് ഇനി നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത് അവർക്കാണ്. ആ തങ്കപ്പൻ കിളവനും ആ ഓന്ത് തങ്കപ്പനും അതുപോലെ ഓന്ത് തങ്കപ്പൻ്റെ മോൾക്കുമാണ് നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത്. സമൂഹത്തിന് എന്താണ് നിങ്ങളെന്ന് അത് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഈ വിഷയത്തിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. സീ യു.